തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തി CPM ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തൽ 68 മണ്ഡലങ്ങളിൽ LDF-ൽ ലീഡുണ്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് MV ഗോവിന്ദൻ. വിജയത്തിളക്കത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാക്കി UDF. വിപുലീകരണം വേണമെന്ന പരസ്യ നിലപാടുമായി ലീഗ്. ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിൽ എതിർപ്പുമായി ജോസഫ് വിഭാഗം. ആരുമായും ചർച്ച നടന്നിട്ടില്ലെന്ന് VD സതീശൻ. തിരുവനന്തപുരത്ത് VV രാജേഷ് ആദ്യ BJP മേയറായേക്കും. ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകം. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് സാധ്യത. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയെ മാറ്റി നിർത്താൻ നീക്കവുമായി LDF-ഉം UDF-ഉം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കട്ടിയ പുറത്തെന്താ സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം അവർക്ക് സൃഷ്ടിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കുന്നു. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വർണ്ണക്കൊള്ളയിലെ തെരഞ്ഞെടുപ്പ് ഗാനം പാർലമെന്റിന് മുന്നിൽ പാടി UDF MP-മാർ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ലെന്നും വിധിന്യായത്തിൽ പരാമർശം. തെളിവില്ലാത്തതിനാൽ കോടതി തള്ളിയത് 7 ഗൂഢാലോചനാ വാദങ്ങൾ. പൾസർ സുനിയുമായി ആക്രമണത്തിന് തൊട്ടു മുൻപ് സംസാരിച്ച സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് 3 ദിവസത്തേക്ക് കൂടി തടഞ്ഞ് ഹൈക്കോടതി. ആദ്യ കേസിൽ വാദം ഇനി വ്യാഴാഴ്ച. രാഹുൽ SIT നിരീക്ഷണത്തിൽ അടൂരിലെ വീട്ടിൽ. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. പുറത്തിറങ്ങുന്നത് 16 ദിവസത്തിന് ശേഷം. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാനാവില്ലെന്ന് രാഹുൽ ഈശ്വർ. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാര് അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയ്ക്കും ഹൈദരാബാദിനും ശേഷം ഡൽഹിയിലെ പരിപാടിയിൽ മോദിയുമായി കൂടിക്കാഴ്ചയില്ല. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയെയും മെസ്സി കാണും.